എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് ആക്കിയൊരു ചിരി വേണം. ആക്കിച്ചിരി വേണം. ആക്കിച്ചിരി വേണം. നമുക്ക് എനിക്കൊന്നും അത് ചെയ്ത് കാണിച്ചു തരുമോ? ഇവിടെ ആയിരിക്കും ക്യാമറ, നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇത് ചെയ്യാൻ പറയും. അത് ശരിക്കും ഒരു 10 സീനൊക്കെ ഉള്ള ഒരു കഥാപാത്രം തരണമെന്നായിരുന്നു പുള്ളി വിചാരിച്ചിരുന്നതെന്നൊക്കെ പോത്തൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഗ്യാരണ്ടിയാണ് ഞാൻ. എന്നിട്ട് ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു, ഈ സീൻ വർക്കാവുന്ന ഗ്യാരണ്ടിയാണ്. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്, ഇത് ചെയ്യാവോ ചേട്ടൻ, ഇത് ചെയ്യാവുന്നു. എന്നെ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറയാറുള്ളതാണ്, ജയശങ്കർ എന്നുള്ള പേര് ആരും വിളിക്കാറില്ല. ചുരുക്കം ചിലരൊക്കെ തെറ്റി ജയപ്രകാശ്, ജയകൃഷ്ണ, ശങ്കർ എന്ന് ചോദിച്ചാൽ എന്തും വിളിക്കും. ഇപ്പോൾ സിനിമയിൽ പരിഗണിക്കുമ്പോഴും ഇപ്പോൾ ഇന്ന ആര് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴും അത് വിഷക്കൊല്ലി ചെയ്ത മറ്റേ അങ്ങനെ ഇപ്പോഴും അവർ പറയാറില്ല, അല്ല ജയശങ്കർ എന്ന് പറയാറില്ല. ഈ അടികൊണ്ട തരിപ്പുകൾ വരെ നമുക്ക് അതിൽ കാണാൻ പറ്റും. എൻ്റെ അടുത്ത് ഒരാള്, ഞാനൊരു ഫ്ലാറ്റിൽ ഇറങ്ങി വരുമ്പോൾ ഒരാൾ അങ്ങോട്ട് കയറി വന്നു, പ്രേമത്തിനകത്ത് ഇന്ന് ചെയ്ത ആളല്ലേ. എനിക്ക് പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞു, ശരിക്കും അങ്ങനെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അടി കിട്ടി കഴിഞ്ഞിട്ടുള്ള ആ കവിളത്ത് വരെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ധാരാളം ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അടി കിട്ടുന്ന സീനുകൾ, ഒട്ടുമിക്ക സിനിമകൾക്ക് അടി കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ പറയും, ഞാൻ തിരിച്ചടിക്കുന്ന സീനൊക്കെ ഉണ്ട്, അതൊക്കെ കഥ മാറിപ്പോത്തില്ല, അവർ പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞാന്ന് പറയും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബാബു ജനാർദ്ദനോടൊപ്പം മലയാള സിനിമയിലേക്ക് വണ്ടി കയറിയ ഒരാൾ, വിഷക്കോൽ പാപ്പിയായി നമുക്കറിയാം. ഇന്ന് അദ്ദേഹം മലയാള സിനിമയിൽ ഒരു നായക നടനാണ്. ജയശങ്കർ കാരിമുട്ടമാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഏറ്റവും അധികം സിനിമയുമായി ചേർന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന നടനാണ്, നായക നടനാണ്. സിനിമയുടെ പേര് മറുവശം എന്നാണ്. ഏറ്റവും അധികം മലയാള സിനിമയിൽ എത്തിയതിനെ ഓർക്കുന്ന പേര് ബാബു ജനാർദ്ദനൻ എന്നായിരിക്കും. അതെ അതെ. അദ്ദേഹമായിട്ടുള്ള യാത്ര, അല്ലെങ്കിൽ അദ്ദേഹമായിട്ടുള്ള തുടക്കം ഒരു ലൈബ്രറിയിൽ നിന്നുള്ള തുടക്കമാണല്ലോ. അതെ. അത് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ലൈബ്രറി നാടകങ്ങൾ ഞങ്ങൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. എൻ്റെ നാടകങ്ങൾ പുള്ളി കണ്ടിട്ടുണ്ട്. അങ്ങനെ ബാബുവാണ് എന്നെ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ സിനിമയിൽ എത്തിപ്പെടില്ല. കാരണം ഇതൊരു വലിയ മേഖലയും എനിക്കിത് അപ്രാപ്യമായൊരു മേഖലയാണെന്നുള്ള ഒരു ചിന്തയായിരുന്നു. ഇടിച്ചു കയറ്റമില്ലല്ലോ. ഇടിച്ചു കയറ്റമില്ല, അതാണ് അതൊരു കുറച്ച് അന്തർമുഖനാണ്. വേഷം ചെയ്യുന്നത് ചെയ്തു പോകുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ മാർക്കറ്റിങ്ങിലൊക്കെ ഞാൻ കുറച്ച് പുറകോട്ടാണ്. ഈ ആളുകൾ ഈ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഓർക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എവിടെയോ നമ്മൾ സ്വയം മാർക്കറ്റ് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ പേരിനെ മാർക്കറ്റ് ചെയ്യാൻ വിട്ടുപോയി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ പിന്നെ എപ്പോഴെങ്കിലും? എന്നെ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറയാറുള്ളതാണ്, ജയശങ്കർ എന്നുള്ള പേര് ആരും വിളിക്കാറില്ല. ചുരുക്കം ചിലരൊക്കെ തെറ്റി ജയപ്രകാശ്, ജയകൃഷ്ണ, ശങ്കർ എന്ന് ചോദിച്ചാൽ എന്തും വിളിക്കും. ജയശങ്കർ എന്ന് ചോദിച്ചാൽ എല്ലാം വിളിക്കും. സിനിമക്കാർക്കാർക്കും എൻ്റെ പേര് പലർക്കും അറിയത്തില്ല, ഇപ്പോഴും അറിയില്ല. പിന്നെ ഞാൻ ചെയ്തു വെച്ച കഥാപാത്രം ഇപ്പോൾ ആമൻ, വിഷക്കോൽ പാപ്പി എന്ന് വിളിക്കുന്നവരാണ് അധികവും. പിന്നെ അങ്ങനെ ചില പേരുകളിലാണ് ജോസേട്ടൻ, ഈ മഹേഷിൻ്റെ പ്രതികാരത്തിനകത്ത് അങ്ങനെയാണ് പൊതുവെ ജനങ്ങളും. ഇപ്പോൾ സിനിമയിൽ പരിഗണിക്കുമ്പോഴും ഇപ്പോൾ ഇന്ന ആര് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴും അത് വിഷക്കൊല്ലി ചെയ്ത മറ്റേ അങ്ങനെ ഇപ്പോഴും അവർ പറയാറില്ല, അല്ല ജയശങ്കർ എന്ന് പറയാറില്ല. ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്നുണ്ടോ അങ്ങനെ? തീർച്ചയായിട്ടും. ഞാൻ ഈ കാര്യമുട്ടം ചേർക്കാൻ തന്നെ കാര്യം, ജയശങ്കർ എന്ന് പറഞ്ഞ പഴയൊരു പ്രശസ്തനായ നടനുണ്ട്. അപ്പം ജയശങ്കർ എന്നൊന്നും ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ ഫാമിലി, സിനിമാസ് ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊന്ന് എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ ഞാൻ പിന്നെ ഫാമിലിനെയും അതിൻ്റെ കൂട്ടത്തിൽ കയറ്റിയിട്ടു. അപ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത് ആയത് കാരണം വലിയൊരു കാര്യമായിട്ട് അവിടെ സിനിമയുടെ പേരെഴുതി വരുന്നതിനകത്ത് അങ്ങനെ വെക്കാറുമില്ല, അവര് വെക്കൂല, ഒത്തിരി നീളമുണ്ടല്ലോ ടെക്സ്റ്റ്. പിന്നെ പക്ഷെ ഇപ്പൊ ജയശങ്കർ കാര്യമുട്ടോന്ന് അടിച്ചാൽ ഗൂഗിളിൽ ചെയ്ത് നോക്കുമ്പോഴേ എന്റെ പടം വരുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. പിന്നെ ഞാനൊക്കെ കുറച്ച് കമ്പ്യൂട്ടർ യുഗത്തിൽ ജനിച്ച ആളൊന്നും അല്ലല്ലോ. അപ്പൊ കമ്പ്യൂട്ടറൊക്കെ നമ്മൾ സ്വയമേ പഠിച്ച കമ്പ്യൂട്ടർ സംഭവങ്ങളല്ലേ ഉള്ളൂ.
അപ്പോൾ ഞാനിതിനകത്തൊക്കെ കുറച്ച് പുറകോട്ടാണ്. ഇപ്പോൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഞാൻ അത്ര അങ്ങനെ അങ്ങ് ചെയ്യാറില്ല. ഈ നായകനടനാവുക, ഒരു സിനിമ മൊത്തം ഷോൾഡറിൽ കൊണ്ടുപോവുക, അങ്ങനെ ഒരു ഉത്തരവാദിത്തം വരും എന്നെപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ ആദ്യം എന്നോട് ഇത് പറയുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടറൊന്നും അല്ല ആദ്യം അനു എൻ്റെ അടുത്ത് കഥ പറയാൻ തുടങ്ങി. കാര്യം അനുവിന് അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു. മീൻസ് ഇനി സെൻട്രൽ ക്യാരക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് വിട്ടുപോയാലോ എന്നുണ്ടായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. കാരണം എനിക്ക് ഇങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന മറുവശത്തിനകത്ത് ഇങ്ങനെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ചിലപ്പോൾ ഒരു സീൻ അല്ലെങ്കിൽ 2 സീൻ അല്ലെങ്കിൽ ചിലതിനകത്ത് ലെങ്തി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വളരെ ചുരുക്കം സിനിമകൾ. ബാക്കിയുള്ളതൊക്കെ മിക്കവാറും ഒരു 2-3 സീൻ. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒരു സീനായാലും 2 സീനായാലും ഞാൻ വന്നതെല്ലാം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു, ചെയ്യാൻ സാധ്യതയുള്ള വേഷങ്ങളായിരുന്നു. അപ്പോൾ അത് എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ ഇടയായി. അപ്പോൾ ഇങ്ങനെ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. വേഷം, നല്ല വേഷം, കുറേ നേരം പെർഫോം ചെയ്യാൻ പറ്റുന്ന വേഷം നമ്മൾ ആഗ്രഹിക്കും. പിന്നെ സാധ്യതയുള്ളത് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അതിനകത്ത് വേറൊന്നും എന്നെ സെൻട്രൽ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകനും ആ രീതിയിലുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും എന്നേ ധരിക്കുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതാണ് പിന്നെ എന്നെ മുന്നോട്ട് നയിച്ചത്. സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, ഇനിയിപ്പം ഇത്രയും നേരം ആളുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയോ, ഈ പടത്തിൻ്റെ ബിസിനസ് സാധ്യത എന്താവും? ഇപ്പം മുമ്പ് ചില നടന്മാരൊക്കെ, ഇപ്പോൾ സലീംകുമാർ ഉൾപ്പെടെയുള്ള നടന്മാരൊക്കെ ഈ ആദാമിൻ്റെ മകനെ പൂവനൊക്കെ വേണ്ടി സമീപിച്ചപ്പോൾ അഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് എന്നെ വെച്ചാൽ ഇത്രയൊക്കെ സാറ്റലൈറ്റ് കിട്ടും, നിങ്ങൾക്ക് ഇത്രയൊക്കെ തിയേറ്റർ ഇത് പോവുള്ളൂ, ഇങ്ങനത്തെ സാധ്യതകളോട് മനസ്സിൽ കണ്ട് റിസ്ക് മനസ്സിലാക്കിയിട്ട് മാത്രം എന്നെ എടുക്കുക എന്നൊക്കെ സലീമേട്ടൻ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചിന്തകളൊക്കെ കടന്നുപോയോ? എന്നെ ആളുകൾ എത്ര നേരം കണ്ടിരിക്കും, ഇതിൻ്റെ ബിസിനസ് സാധ്യത എന്തായിരിക്കും, അങ്ങനത്തെ ആകുലതകൾ ഉണ്ടായിരുന്നോ? അല്ല, ബിസിനസ് സാധ്യതകൾ വളരെ കുഴപ്പമായിരിക്കും എന്നെനിക്ക് ധാരണയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതൊരു കൂട്ടായ്മയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതൊരു ടീം വർക്ക് പോലെ ചെയ്ത പടമായതുകൊണ്ട്, ഈ പ്രമേയം പ്രസക്തമായതുകൊണ്ടും പൊതുവെ ജനത്തിന് എന്നെ ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ചെറുതാണ് ഞാൻ ചെയ്തിരിക്കുന്നതെങ്കിലും ആളുകൾക്കൊരു ഇഷ്ടമുണ്ട്. നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു സ്നേഹം ഉണ്ട്. അപ്പോൾ അത് എനിക്കിപ്പം തോന്നുന്നത്, ഇതിൻ്റെ തന്നെ ഇവർ 30 വർഷമായിട്ട് ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജയശങ്കർ പിന്നെ പോലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് അപ്പം അങ്ങനെ ഒരു സ്നേഹം അവർക്കുണ്ട്. അതെൻ്റെ അടുത്ത് എനിക്കത് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അതാദ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. എന്തായാലും ബിസിനസ് ഒക്കെ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ ഉള്ളത് നമുക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അനുവിൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. അല്ല, കുഴപ്പമില്ല, നമുക്കത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു സംവിധായകൻ നമ്മളെ വെച്ചൊരു സംവിധായകൻ സ്വപ്നം കാണുന്നിടത്താണ് ആക്ടേഴ്സ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്നെ വെച്ചിട്ട് അങ്ങനെ ആരും സ്വപ്നം കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഒതുങ്ങിപ്പോയത്. അപ്പോൾ നമ്മുടെ അതുപോലൊരു സൗഹൃദത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറേ സമയം സ്പെയർ ചെയ്യുമല്ലോ അവരുമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഇങ്ങനൊരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അത് പറ്റുമോ ഇല്ലയോ എന്ന് അവരായിരിക്കും ആദ്യം സ്വപ്നം കാണുന്നത്. ആക്ടർ പോലും ഉണ്ടാവില്ല, ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം ഈ ആമേൻ്റെ കുറേ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ ക്ലോസപ്പിൽ കാണിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണം. അപ്പം ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ചിരിയുണ്ട്, അത് അത്ര കണ്ട് ഈ നാടൻ ഭാഷ പറയുന്നത് കുത്തിത്തിരിപ്പുണ്ടാക്കിയതിൻ്റെ സംതൃപ്തി മാക്സിമം എടുത്തിട്ടുള്ളൊരു ചിരിയാണ്. അപ്പം ആ ചിരിക്കൊക്കെ ലിജോ തന്നിട്ടുണ്ടായിരുന്ന ഫീഡ് എന്താ? ആ ചിരികൾ ഒരു 4-5 സ്ഥലത്തുണ്ട്. അല്ല, എല്ലാത്തിനകത്തും ആ ചിരിയുണ്ട്, ആ ഒരു സംഭവമാണ്. അത് ലിജോ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് ആക്കിയൊരു ചിരി വേണം, ആക്കി ചിരി വേണം, അതിങ്ങനെ ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കി, ഓക്കെ, നമുക്ക് എനിക്കൊന്നും അത് ചെയ്ത് കാണിച്ചു തരുമോ? എനിക്കല്ലേ കൊതിയാണ് ആ ചിരി കാണാൻ വേണ്ടി. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ക്യാമറ, നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇത് ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്തു വന്നതാണ്. പിന്നെ ബാക്കി പശ്ചാത്തലം എന്ന് പറയുന്നത്
ഞാൻ പറഞ്ഞില്ല, ഞാൻ ജനിച്ചൊക്കെ തിരുവനന്തപുരമാണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ് എൻ്റെ ഒരു 9 വയസ്സ് വരെ ഉള്ള ഒരു കാലഘട്ടം. പിന്നെ ഞാൻ ഈ മാടപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഗ്രാമം, അവിടെ ധാരാളം കഥാപാത്രങ്ങളുണ്ട്. അവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പം അത് തന്നെയല്ലേ നമുക്ക്, ഞാൻ ഈ നമ്മുടെ വീട്ടിൽ ഒരുപാട് കൃഷിപ്പണിക്കൊക്കെ വരുന്നവർ, ആനക്കാർ, ഈ വണ്ടി ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ വണ്ടിക്കാർ, അപ്പോൾ ഇങ്ങനെ ഞാൻ ഇവരുടെ ഇടയിലായിരിക്കും ഞാൻ പഠനം, സ്കൂൾ വിട്ടു വരിക, അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇടയ്ക്കാണ്. കുറച്ച് മുതിർന്ന ആളുകളായിട്ടാ. ഇവരുടെ ഈ പണിക്കാരുടെ എല്ലാം ഇടയ്ക്കായിരിക്കും. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ചിലപ്പോൾ ഇവരാരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും ഞാൻ കഴിക്കുക, അവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടായിരിക്കും. എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ മൊത്തം ആൾക്കാരുടെ ഇടയ്ക്കാണ്. അങ്ങനെ അവിടെ സമ്പുഷ്ടമായൊരു കാലമാണ്. കഥാപാത്രങ്ങൾക്ക് അപ്പൊ എനിക്ക് സിനിമയെ സംബന്ധിച്ച് ഇതൊന്നും ഞാൻ മനഃപൂർവ്വം നോക്കി വെച്ച് പഠിച്ചോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. അറിയാതെ എന്നിലേക്ക് കയറിയ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ വരുമ്പോൾ അതവർ കൺവിൻസ് ചെയ്ത് തരുമ്പോൾ നമുക്ക് ചില സ്പാർക്ക് അടിക്കും. അപ്പൊ അത് ടെമ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഉണ്ടല്ലോ, ഇപ്പൊ സിറ്റി ഓഫ് ഗോഡിലും ഉണ്ടല്ലോ, അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ്. അപ്പം അതിലൊരു നടത്തമുണ്ട്, ഈ ഡെഡ് ബോഡി ആയിട്ട് മുമ്പിൽ രഞ്ജിത്തും മുമ്പിൽ ഇന്ദ്രജിത്തും ബാക്കിൽ ചേട്ടനും കൂട്ടുള്ളൊരു നടത്തമുണ്ട് ഡെഡ് ബോഡി ആയിട്ട്, അപ്പുറത്തെ സൈഡിൽ രോഹിണിയുണ്ട്. അപ്പം ഒരു കരച്ചിലുണ്ടായിരുന്നു. അപ്പം ഈ തമിഴന്മാർ കരയുന്നതിനൊരു ലൗഡ്നെസ് ഉണ്ട്, ശരീരം മുഴുവൻ ഉപയോഗിച്ചിട്ട് ഒരേ സമയം അത് കരഞ്ഞങ്ങ് തീർക്കുക എന്നുള്ളതാണല്ലോ. അപ്പം നമുക്കറിയാം, അതായത് വളരെ ശക്തിയായിട്ടുള്ളൊരു ഭാര്യയുടെ വളരെ ദുർബലനായിട്ടുള്ളൊരു ഭർത്താവ്, അപ്പം അയാളെ ഇത്രത്തോളം വ്യഗ്രതപ്പെട്ടിട്ടൊക്കെയാ കരയുക എന്നുള്ളത് ആ ഫുൾ കരച്ചിലുണ്ട്. ഷോർട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ തമിഴനാവാൻ എടുക്കാമെന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ തമിഴനാവാനുള്ള പിക്ക് അതെങ്ങനെ വന്നു? ഞാൻ പണ്ട് സിനിമ തമിഴ്നാട്ടിലല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിവിടെ ചെയ്ത സിനിമ എല്ലാം ഡബ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് തമിഴ് ഭാഷ എനിക്കുണ്ടായിട്ടുണ്ട്. മിക്കവാറും ചെയ്ത പടത്തിനെല്ലാം നമ്മൾ തമിഴ്. അപ്പോൾ അവിടെ നമ്മൾ നടക്കുമല്ലോ സാധാരണ. കണ്ടിട്ടുണ്ട്, അവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറെ സഹായകമായി. ആണ്ടി എന്നല്ലേ കഥ? ആണ്ടി. എനിക്ക് അത് തിയേറ്ററിൽ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പടം. എനിക്ക് തോന്നുന്നത് ഒരു ചില മുന്നേ ഇറങ്ങിയ പടം. അതെ, കാലത്തിന് ഒരുപാട് ഇപ്പോഴങ്ങനെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് പേര് ആ പടത്തിന് പറയുന്നത്, ഞാൻ പടം ഗംഭീര പടം എന്ന് പറയുന്നത്. ഒരുപാട് സിംഗിൾ ഷോട്ടുകളും അത് മുഴുവൻ ബൈ ഹാൻഡ് ക്യാമറ, അത് ഫിലിമാണ്. അതെ അതെ, ഫിലിമാണ്. വെയിറ്റാണ് ക്യാമറ. സുജിത് വാസുവിനെ സമ്മതിക്കണം, ഫുൾ ക്യാരി ആയിരുന്നു ക്യാമറ. ഈ അതിനിടയ്ക്ക് ബ്ലെസ്സിയുടെ 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ കൂടെ വരുമ്പോൾ നമ്മളൊന്ന് പരുവപ്പെടുമല്ലോ. നമ്മൾ ഇത്രയാണ് വേണ്ടത്, ഇത്രയും അഭിനയിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവർ പറയുന്ന ഫീഡിൽ നിന്ന് മനസ്സിലാക്കിയതാവില്ല അവിടെ ടേക്കിന് മുമ്പോ എന്ന് പറയുക. ബ്ലസ്സി സാറുടെ ഒരു കൂടിയതിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഞാനിപ്പം ഒരു കോളേജിലോ അല്ലെങ്കിൽ മീൻസ് ഒരു ആക്ടിങ് സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടല്ല എൻ്റെ ആക്ടിങ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നെ ഒരുപാട് നാടകത്തിലാണെന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് സംവിധായകരുടെ കൈകളിൽ കൂടിയാണ് ഞാൻ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ ഒരുപാട് പേരെന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതെന്നെല്ലാം ചിലപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അതുപോലെ ആ ഡയറക്ടറുടെ അടുത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും വിലപ്പെട്ട കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഞാൻ പരുവപ്പെട്ടു വന്നിരിക്കുന്നത്. ബ്ലെസ്സി സാറ് പൊതുവെ ഈ സാധനം പറഞ്ഞു തരുമ്പം തന്നെ എനിക്ക് ക്ലാരിറ്റി കുറവ് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തതിനകത്തൊന്നും പിന്നെ മോശം കറക്ഷൻസ് അങ്ങനെയൊന്നും വലിയായിട്ട് വന്നിട്ടില്ല. അദ്ദേഹമൊക്കെ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. അപ്പം ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അന്നേരെ നോട്ടീസ്ഡ് ആയിരിക്കും. കുറച്ച് ലൗഡായിരിക്കും പുള്ളിയുടെയൊക്കെ ഒരു റിയാക്ഷൻസ് എന്നൊക്കെ പറയാം. അപ്പം എനിക്ക് അങ്ങനെ വലിയ സംഭവം ഉണ്ടായിട്ടില്ല, അത് ഭാഗ്യം. പിന്നെ പുള്ളിയുടെ പ്ലേസ്മെന്റ് കറക്റ്റ് ആയിരിക്കും. പുള്ളിക്ക് എന്നെ അറിയാമല്ലോ, എവിടെ വെച്ചാൽ എവിടെ പ്ലേസ് ചെയ്യാന്ന് കറക്റ്റ് ആയിരിക്കും എന്ന് പുള്ളിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉള്ള ആളാണ്. അപ്പം അത് സാധനം വന്ന് എനിക്കങ്ങനെ വേറെ കളക്ഷൻസ് ഒന്നും പുള്ളിയുടെ ഭാഗത്തുനിന്ന്. അനുമോദനം കിട്ടിയിട്ടുണ്ടോ ബ്ലെസ്സി സാറോ? എന്താ പറഞ്ഞല്ലേ? അല്ല, അങ്ങനെ നന്നായിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. നന്നായില്ലെങ്കിൽ പക്ഷെ അവള് സമ്മതിക്കില്ല. നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആൾക്ക് തൃപ്തി വരാതെ അങ്ങനെ വിടില്ല. ഒരു രക്ഷയില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ഈ ശ്രീ മോഹൻലാലുമായിട്ടൊരു മദ്യപാന സീൻ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു രസമുള്ള സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് അദ്ദേഹം മദ്യപാന സീനുകൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ.
അയ്യോ അപ്പോൾ ഈ ദൃശ്യത്തിനകത്ത് അങ്ങനെ ഒരുപാട് രംഗങ്ങളുണ്ട്. അവിടെ ഒരു ഇന്റേണൽ ഡ്രാമ കൂടി ഉണ്ടല്ലോ, അതായത് ജോർജ് കുട്ടിക്ക് ഇയാളെ കുടിപ്പിച്ച് സൗഹൃദത്തിൽ ഉണ്ടാക്കിയേ പറ്റൂ. അപ്പം അതും ഒരേ ക്ലാസ് എടുക്കുന്നതിലും ഒഴിച്ചു കൊടുക്കുന്നതിലൊക്കെ മോഹൻലാലിന്റെ മുഖത്ത് വ്യക്തമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളൊരു പഞ്ചപാവ മനുഷ്യനുമാണ്, അതിലങ്ങ് വീണു പോവുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നോ അന്ന് എന്ന് ദൃശ്യം 2 ഷൂട്ടിങ്ങിന്റെ സമയത്ത്? ഈ സീൻ എടുക്കുമ്പോൾ ഇല്ല, സീൻ എടുക്കുമ്പം ജസ്റ്റ് ഈ സീൻ നമ്മൾ വായിക്കത്തില്ല, അതിനകത്തുണ്ടായിരുന്ന ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ, അത് വായിച്ചു. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചു അത്രയും വേണമെന്ന് ചോദിച്ചു. പിന്നെ അത്രയും ചെയ്യാൻ കുഴപ്പമില്ല, ഞാൻ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ അത് മതി, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാതെ പറഞ്ഞു. ഈ ആളുകൾ അതുപോലെ എടുത്തു പറയുന്ന സീനാണ് നമ്മുടെ ഒരുപാട് ആവർത്തി കേട്ടിട്ടുണ്ടായിരിക്കും, മഹേഷിന്റെ പ്രതികാരത്തിലെ നെല്ലിക്ക സീൻ. ഇത് നെല്ലിക്ക വീണു എന്നുള്ളത് ഓക്കെ ആയി, നമുക്ക് മനസ്സിലായി. പക്ഷെ അതിനിടയിൽ ഒരു വണ്ടി കയറി പോകുമ്പോൾ 1-2 നെല്ലിക്കകൾ ചതയും. അപ്പൊ ഈ ജനഗണമന കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൾ അതിനകത്ത് കാണിക്കുന്ന ഒരു അരിശമുണ്ട്, നെല്ലിക്കകൾ ചതഞ്ഞു. കാരണം അയാൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ആ നെല്ലിക്കകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ആ പൊട്ടുമ്പോണ്ടാവുന്ന ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, എന്നാൽ ദേശസ്നേഹം കാണിക്കും വേണം. ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ദിവസത്തെ അത് ഓർമ്മയുണ്ട്. അതിൽ ഇത്രയും ഒരു ചരിത്ര പ്രാധാന്യം ഉണ്ടാവും ട്രോളുകളിൽ എന്നൊക്കെ വന്ന് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? പിന്നെ അത് ശരിക്കും ഒരു 10 സീനൊക്കെ ഉള്ള ഒരു കഥാപാത്രം തരണമെന്നായിരുന്നു പുള്ളി വിചാരിച്ചിരുന്നതെന്നൊക്കെ പോത്തൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ. പക്ഷെ അതവർ എഴുതി വന്നപ്പോൾ എന്തോ ചെറുതായിപ്പോയി. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ചെയ്യാന്ന് പറഞ്ഞു. അത് ഗ്യാരണ്ടിയാണ് ഞാനെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു, ഈ സീൻ വർക്കാവുന്ന ഗ്യാരണ്ടിയാണ്, ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്, ഇത് ചെയ്യാവോ ചേട്ടൻ, ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ തന്നെ, ഞാൻ ഫോണിൽ കൂടെ തന്നെ കേട്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ചു ഈ സാധനം. അങ്ങനെയാണ് ഞാനത് ചെയ്യാൻ വേണ്ടത്. ഇനി ഇത് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ അപ്പുറത്തും രാജേഷ് ഇപ്പുറത്തും നിന്നിട്ട് കൗണ്ടർ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളി ഉദ്ദേശിച്ച് വെച്ചിരുന്നത്. പക്ഷേ പോത്തൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്തോ നമുക്ക് നോക്കാമെന്ന് പറയും. അങ്ങനെ ഇവർ ക്യാമറയൊക്കെ വെച്ചിട്ട് ഈ ഇടുന്നതെടുത്തു, എന്നിട്ട് ഈ ഇത് സൈക്കിൾ പൊക്കി വെച്ചിട്ട് ഇവനോട് ബാക്കിയുള്ള ഇത് പെർഫോം ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ചെയ്തു വന്നപ്പോൾ എന്നോട് ചേട്ടൻ ഫ്രീ ആയിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അത് ഇന്നാണ് ഫ്രെയിം, ഇന്ന സംഭവം, ക്യാമറയൊക്കെ ഇവിടെ വെച്ച് ഇല്ല. ഞാൻ അത് ചെയ്തു വന്നപ്പോഴത്തേക്കും ഞാനും രാജേഷും ഒരേ സൈഡിലേക്ക്. അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ ആ പെർഫോമൻസ് തീരുന്ന ആ ഡയലോഗ്സ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ക്യാമറ അവിടെയാണ് വെച്ചിരുന്നത്. അപ്പം ഞാൻ അപ്പുറത്ത് അങ്ങനെ ചെയ്തു വന്നു, ഞാൻ ഇപ്പുറത്ത് തന്നെ വന്നു, ഇയാളും ഇപ്പുറത്ത് നിന്നു, ഇങ്ങനെയായി. ആ സീൻ അവിടെ വെച്ച് അതിൻ്റെ എൻഡ് വന്നപ്പോൾ കട്ടാക്കി. എന്നിട്ട് പുറത്തൻ ഇങ്ങനെ ആലോചിച്ച് ഇത് അപ്പുറത്ത് ആയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ ഇങ്ങനെ വെച്ച് സജഷൻ വെച്ച് അടുത്ത ഡയലോഗ്സ് കട്ട് ചെയ്യാമായിരുന്നു. പിന്നെ പോത്തൻ അത് ഇമ്പ്രൂവൈസ് ചെയ്തതാണ്. ശരി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നിട്ട് അവിടെ നിന്ന് ഈ സാധനം യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ഫുൾ എടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിന്ന് തന്നെ കറക്റ്റായി. അവിടെ നിന്ന് അങ്ങോട്ടൊരു തുടർച്ച പിന്നെ അങ്ങനെ പോയി. അടുത്ത ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഈ ഫുൾ സാധനം എടുത്തു. അപ്പോൾ അതിനിടയ്ക്കൂടെ വണ്ടി വരുന്ന ഷോട്ട് വേറെ വെച്ചു, വണ്ടി വരുന്നതും ഈ സാധനവും എൻ്റെ. അപ്പോൾ ആദ്യം ഇത് വീണതിൻ്റെ താഴെ പോയതിൻ്റെ ഒരു റിയാക്ഷൻ, അതിനുശേഷം ആണ് ഈ വണ്ടി പോകുന്നത്. അപ്പോൾ അന്നേരത്തേക്കിനും പിന്നെ നമുക്ക് ആദ്യത്തെ ആ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സാധനം സംഭവിക്കുന്നത്. പിന്നെ അത് സാധനം പോയി, നശിച്ചും കൂടെ പോയില്ലേ. അപ്പോൾ പിന്നെ ആ ഒരു ദേഷ്യവും ഉണ്ട്, എല്ലാം പോയി എന്നുള്ളൊരു സാധനമായി. അത് ഇങ്ങനെ കയറി വന്നു. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നി എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചാണ്. അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ആ സീൻ നേരെ മറിച്ച് ഇത് കട്ട് ചെയ്ത് അങ്ങോട്ടും സംഭവിക്കില്ല. സജഷൻ ആണെങ്കിൽ അത്രയൊരു സാധനം കിട്ടത്തില്ലായിരുന്നു എന്ന് എല്ലാവർക്കും പിന്നെ അത് ഗംഭീരമായി. അവരുദ്ദേശിച്ചാലും അത് ഇദ്ദേഹം അത് അങ്ങനെ ഒരു തോട്ട് പുള്ളിക്ക് തോന്നിയതും കൂടെ കൊണ്ടാണ്. ഞാൻ അറിയാതെ ചെയ്തു പോയി. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി അത് കൂടുതൽ മനോഹരമായത് ഇതുകൊണ്ടാണെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കണ്ടവര് അതൊരു ഭാഗ്യം. ഈ താറിലെ യാത്ര എങ്ങനെയുണ്ട് ഇപ്പോൾ? താറ് കുഴപ്പമില്ല, ക്രെറ്റ പോലെ അല്ല,
ക്രെറ്റ കുറച്ചുകൂടെ കംഫർട്ടാണ്, ആ ഇത് കുറച്ച് റഫ് വണ്ടിയാണ്. പക്ഷേ ഈ താറിൽ വന്നിറങ്ങുമ്പോൾ ആളുകളുടെ റിയാക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താറ് നമുക്ക് വണ്ടി പ്രേമികൾക്ക് താറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു കുതിരയുടെ പുറത്തുനിന്ന് വന്ന് ഇറങ്ങുന്ന പോലെയാണ്. വണ്ടി അതുപോലെ തന്നെ സെറ്റാ. ഈ ഇപ്പോൾ നമുക്കറിയാം 4-5 ദിവസങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ ചേട്ടൻ പോലെ ഒരു ആക്ടർക്ക് ഒരു സിനിമയിൽ പോയി അഭിനയിക്കാനുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ ശമ്പളം എന്ന് പറയുന്നതൊക്കെയും നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. ഒരു സാമ്പത്തിക ക്ലേശം അനുഭവിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നടനായതിൻ്റെ പുറത്ത്? സാമ്പത്തിക ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമയിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ല ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ചതോ എൻ്റെ വീട് ഞാൻ നടത്തിയതോ. ഓക്കെ ഓക്കെ. സിനിമ എനിക്ക് പാഷനാണ്. ശമ്പളം കിട്ടുന്നില്ലെന്ന് വെച്ചുണ്ട്. ആദ്യകാലത്ത് ഒത്തുമില്ലായിരുന്നു, പിന്നീട് കുറച്ച് കിട്ടി തുടങ്ങി. എന്നാലും ഞാൻ ചെയ്യുന്ന വളരെ കുറച്ച് സിനിമകളാണ്, കുറച്ച് ദിവസങ്ങളാണ്, അത്രേ വർക്ക് ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. ഏറ്റവും ആദ്യം കിട്ടിയ വരുമാനം എത്രയായിരിക്കും? അതുമല്ല 500 രൂപയല്ലായിരിക്കും. 500 രൂപയായിരിക്കും. ചെക്കിലാണോ അതോ പണമായിട്ട് തന്നെ കിട്ടുമായിരുന്നു? പണമായിട്ടായിരിക്കും. പണമായിട്ടാണ് തോന്നുന്നു. ഒത്തിരി വർഷമായില്ലേ, 10-30 ഈ ശാശ്വതം ആവില്ല ഇവിടുത്തെ ഇതിൻ്റെ ഒരു വരുമാനം എന്ന് മനസ്സിലാക്കിയപ്പോൾ ശരിക്കും എന്താ ചെയ്തത്? അല്ല, ഞാൻ മറ്റു പല പരിപാടികളുണ്ടായിരുന്നു. കാര്യം ഞാൻ 94 തുടങ്ങുന്നു, 97 കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തൊട്ട് എനിക്ക് പിന്നെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, റബ്ബറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ റൂംസ് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, ബിസിനസ്സുകൾ പലത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പുതിയ സംവിധായകരുടെ കൂടെ ഉള്ള ഒരു ട്രാവൽ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ മറുവശത്തിൻ്റെ സംവിധായകനിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ അവരാണ് ചേട്ടനെ കുറച്ചുകൂടി നന്നായിട്ട് യൂസ് ചെയ്യുന്ന പണ്ടത്തെ സംവിധായകരെ വെച്ചിട്ട് അവരാണ് ചേട്ടനുള്ള സാധ്യതകൾ മനസ്സിലാക്കിയിട്ടുള്ള എന്ന് തോന്നിയിട്ടുണ്ടോ? ചേട്ടനുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കുന്നവരാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, സിനിമയ്ക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ഒരു ആവശ്യപ്പെടാൻ വന്നേ ആവശ്യം അതിനുശേഷം സിനിമ മാറിയല്ലോ. അതെ, മാറ്റമില്ലാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞാലും ഇപ്പം ആ ഒരു ഇടക്കാലത്തുണ്ടായിരുന്ന പാറ്റേണുകളെല്ലാം മാറിയിട്ട് സിനിമ കുറച്ചും കൂടെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ സിനിമകളിലെ തിരക്കഥകൾക്കൊക്കെ ആ മാറ്റങ്ങളുണ്ടായി. നമ്മൾ കാണുന്ന ഈ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സ്ഥിരമായിട്ടുള്ള കോമഡികളല്ലാതെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അയൽ വീട്ടിൽ സംഭവിക്കുന്ന അങ്ങനെ ജീവിതഗന്ധി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനല്ലേ ഇപ്പോഴത്തെ ഓരോ സീൻസ് വരുന്നത്. അതിനകത്തൊക്കെ ധാരാളം കോമഡികൾ ഉണ്ടാകുന്നില്ലേ. അല്ലെങ്കിൽ പിന്നെ മസിൽ പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം, ചിരിക്കാതൊക്കെ ഇപ്പം ജീവിച്ച അങ്ങനെ ധാരാളം ഇല്ലേ. അപ്പം അങ്ങനെയുള്ള ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ എനിക്കൊക്കെ ഒരു സാധ്യത കിട്ടിക്കാണ്. പിന്നെ ഈ സിനിമ മൊത്തം മാറി അതിൻ്റെ. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നിരിക്കും, ഇപ്പം രൂപ ഗുണം മസ്റ്റായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നായിരിക്കും സിനിമയ്ക്ക്. ഉണ്ടായിരുന്നായിരിക്കും എന്നല്ല, ഉണ്ടല്ലോ. പിന്നെ രൂപത്തിനകത്ത് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ട് ഞാനൊക്കെ, അത് ഉറപ്പായിട്ടും. അത് പിന്നെ വണ്ണമുള്ള ആളാണെങ്കിൽ ഫ്രെയിം നിറഞ്ഞു നിൽക്കും, അങ്ങനത്തെ ഉള്ള കോൺസെപ്റ്റുകളൊക്കെ പോയില്ലേ ഇപ്പോൾ. ഇപ്പോൾ ചൊറിച്ചിലുണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ, അതായത് നമുക്ക് കേൾക്കുമ്പോൾ ഇള പിടിച്ചടിക്കണം എന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ. പക്ഷേ ആരോടും ഒരു അടുപ്പം തോന്നിയിട്ടില്ല. പക്ഷേ ചേട്ടൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ ആ ചൊറിച്ചിൽ എൻ്റർടൈനിങ് ആണ്, നമ്മൾ രസിക്കുന്നുണ്ട് ആ ചൊറിച്ചിൽ. ഇപ്പം അതിനൊരു കറക്റ്റൊരു അവസാനം ഉണ്ടാവുന്നേ. ഇപ്പം ആമേനിൽ അടി കിട്ടിയതോടുകൂടി അവസാനിക്കുക, പിന്നെ വിഷക്കോലാവുന്നില്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പ്രേമത്തിലെ പ്യൂണിന് അടി കിട്ടിയ ശേഷം വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് പ്രേമത്തിലെ പ്യൂൺ എല്ലാവരോടും പെരുമാറുന്നത്. അപ്പോൾ അങ്ങനൊരു അവസാനം കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. ആ ഇറിറ്റേഷനും ഒരു എൻ്റർടൈനിങ് തല ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പലയിടത്തും പറയും, ഈ വില്ലൻ വേഷം ചെയ്തിട്ടും ഇപ്പോൾ സായി ചേട്ടൻ അല്ലെങ്കിൽ രാജേട്ടനൊക്കെ വില്ലൻ വേഷങ്ങൾ നിരന്തരം ചെയ്തെന്ന് പറഞ്ഞാലും പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ തിലകൻ ചേട്ടൻ ചെയ്യുന്ന മാതിരി അല്ല രാജേട്ടൻ. ഇച്ചിരി നാടകം സിനിമയിലും ഉണ്ട്, എന്നാലും ജനത്തിന് രാജേട്ടനെ ഇഷ്ടമായിരുന്നു. വേറെ ഒരാളാണ് അത്രയും നാടകം കൊണ്ടുവന്നവരില്ല. എന്തോ ഞാൻ ആമേൻ എന്ന് പറഞ്ഞാൽ വിഷക്കോൽ പാപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ നെഗറ്റീവ് ഇങ്ങനെ ചൊറ കഥാപാത്രമാണെന്ന് പറഞ്ഞാലും
പ്രേക്ഷകർ എന്നോട് ഒരു ചിരിയോടുകൂടിയുള്ളൊരു പരിഭവം എന്നൊക്കെ മാത്രം അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ. എന്നാൽ വെറുപ്പ് തോന്നിയിട്ടില്ല, എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അതൊരു ഭാഗ്യം. ഞാൻ പറഞ്ഞില്ല, ആൾക്കാർ എന്നോട് ഞാനിപ്പം സെൻട്രൽ ക്യാരക്ടർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മുഴുനീളം ചെയ്യണമെന്നോ അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും എനിക്കില്ല. നമ്മളിപ്പോൾ ചെയ്ത് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തപ്പോഴും അത് ഏറ്റെടുക്കുകയും ആ സ്നേഹം എന്നോട് കാണിക്കുകയും ചെയ്യുന്നത്. എനിക്ക് നാളെയും സജീവമായിട്ട് നിൽക്കണം, വേഷങ്ങൾ ധാരാളം ചെയ്യണം, എപ്പം വേഷം വിളിച്ചാലും ഞാൻ ചെയ്യണമെന്നുള്ള അങ്ങനെ ധാരാളം വേഷങ്ങൾ ചെയ്യണം. ഇവരുടെ ഇഷ്ടം ഇതുപോലെ തന്നെ എനിക്ക് ഉണ്ടാവണം, അത്ര മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. അല്ലാതെ സെൻറ്റർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുള്ള ഇത്ര സീനുള്ള കഥാപാത്രം വേണമെന്നോ അങ്ങനെയൊന്നും എനിക്കില്ല. ഇപ്പം മലയാള സിനിമയുടെ മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പം തമിഴ്നാട്ടിലും ഹിന്ദിയിലൊക്കെ ഉൾപ്പെടെ എല്ലാവരും മലയാള സിനിമ ശരിക്കും നോക്കിയിരുന്ന ഒരു സമയമാണ് 2015 പ്രേമം ഇറങ്ങുമ്പോൾ തൊട്ടിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോർജിൻ്റെ മുഴുവൻ ഹീറോയിസവും നമുക്ക് കാട്ടി തന്ന സീനാണ് ഈ മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നത്. മാതാപിതാ ഗുരുദൈവം നിവിൻ പോളി പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് അടി കൊണ്ടിട്ട്. ഇപ്പോൾ അൽഫോൺസ് പുത്രൻ്റെ ഒരു മേക്കിങ്ങും നമുക്കറിയാം, സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെയല്ല. ഇപ്പോൾ സൗബിനൊക്കെ പ്രാക്ടീസിൻ്റെ സമയത്ത് ചെയ്ത പല സീനുകളാണ് നമ്മളിന്ന് സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേമം വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? ആയിരുന്നു. ഞാൻ അന്ന് എനിക്ക് അതിന് മുമ്പ് ഞാൻ ചെയ്ത പടം എന്ന് പറഞ്ഞാൽ ഭയ്യ എന്ന് പറഞ്ഞു. എൻ്റെ തലമുടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഷൂട്ടൊക്കെ തുടങ്ങി, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ തലമുടി ഇത്ര ഉണ്ട്. അപ്പോൾ ഒറിജിനൽ മുടി പുത്രൻ ഒറിജിനൽ മുടി ഇങ്ങനെ വളർത്തി ഭയ്യ കണ്ടു കഴിഞ്ഞാൽ വന്ന് അവിടെ സെറ്റ് വന്നിട്ട് ഇങ്ങനെ പിടിക്കും. ഇതെവിടുത്തെ വിഗാണോ ഇതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പിടിക്കുമായിരുന്നു. അപ്പോൾ അയ്യോ ഞാൻ പറഞ്ഞു വേണം എടുക്കുന്നു, തലമുടി പിടിച്ച് വലിക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ മുടി ഉള്ള സമയമാണ്. പുത്രൻ എന്നെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ സെറ്റ് ചെല്ലണമെന്ന് പറഞ്ഞു. ചെന്ന് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞു. അപ്പം അവരാരോ തലമുടിയുടെ കേസ് പറഞ്ഞു. തലമുടി ഞാൻ പറഞ്ഞു തലമുടി വെട്ടാൻ എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. തലമുടി വെട്ടി ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു ഇത് വേറെ ആർക്കോ കൊടുക്കാൻ വെച്ചിരുന്നതാ. അപ്പം ആരെയൊക്കെയോ സമീപിച്ചിരുന്നു, കൊടുക്കാൻ വെച്ചിരുന്നു എന്നല്ല, ആരെയോ സമീപിച്ചപ്പോൾ ഒന്ന് നായകൻ്റെ അടി കൊള്ളുന്ന സീൻ, 2 സീനോ ഒരു സീനും കണ്ടുള്ളൂ. ഓക്കെ ഓക്കെ. എൻ്റെ 2 3 സീൻ എടുത്ത് ഒരു സീനും കണ്ട് തൂക്കിയിട്ടുണ്ട്, 2 കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എന്തോ ചെയ്യാണ്. ഡയലോഗ് കേട്ടപ്പോൾ ഇതെങ്ങനെ പറയുമെന്നൊക്കെ എനിക്ക് ആദ്യം ഒരു ഭയങ്കര ചമ്മലായിരുന്നു. ടീച്ചറേ പറയുന്നത് ഇതെങ്ങനെ പറയിച്ചു കഷ്ടം. പിന്നെ ഇതിന് ഡയലോഗ് ഇല്ല. ഇപ്പോൾ പുത്രൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ഇംഗ്ലീഷിലൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രാമത്തെ സീന് ഇന്ന സംഭവം ഇന്ന സംഭവം ഇന്ന സംഭവം, ഈ സീനിൽ ഇന്നാണ് സംഭവിക്കുന്നത്. ഇവർ അസിസ്റ്റൻസ് വന്നിട്ട് ചേട്ടാ നമുക്ക് ഇതാണ് സംഭവം, നേരത്തെ വേറൊരു സീനിൽ ഇന്ന പിന്നെ മറ്റേ ഇന്നാരുടെ കഥാപാത്രം ഇങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്. അപ്പം അതിനെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ പറയാണ്, അതെല്ലാം കൂടെ വെച്ച് നമുക്കിത് ചേട്ടൻ എന്നോട് പറഞ്ഞു ശരി നമുക്ക് ഡയറക്ടറോടൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലും ഡയലോഗ് നമ്മളാണ് ഉണ്ടാകും, നമ്മുടെ ഡയലോഗ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് അല്ല ഇതൊക്കെ ഇതെഴുതിയിരുന്നു വേറെ ഒരു സംഭവം. അപ്പോൾ അത് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഇതൊന്ന് പറഞ്ഞ് പുത്രനെ ഇങ്ങനെ കേൾക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയാം. ഈ ഡയലോഗ് ഇതിലും മനോഹരമായിട്ട് പറയാൻ പറ്റത്തില്ല ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അവിടുന്ന് ഷോട്ട് പോവാണ്. പിന്നെ അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് ഉള്ളി. ഈ അടികൊണ്ട തരിപ്പുകൾ വരെ നമുക്ക് അതിൽ കാണാൻ പറ്റും. എൻ്റെ അടുത്ത് ഒരാൾ, ഞാനൊരു ഫ്ലാറ്റിൽ ഇറങ്ങി വരുമ്പോൾ ഒരാൾ അങ്ങോട്ട് കയറി വന്നു, എറണാകുളത്ത് വെച്ച്. ഞാൻ എവിടെയോ ഒരു പോയിട്ട് വന്നു. അപ്പം ആ പുള്ളി പ്രേമത്തിനകത്ത് ഇന്ന ചെയ്ത ആളല്ലേ. എനിക്ക് പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞു, ശരിക്കും അങ്ങനെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അടി കിട്ടി കഴിഞ്ഞിട്ടുള്ള ആ കവിളത്ത് വരെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞു അയ്യോ. അപ്പം ശരിക്കും ഇത് എടുക്കാൻ നേരം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇത് ക്യാമറ ഒറ്റ ടേക്ക് കിട്ടുമോ, ഫസ്റ്റ് ഇത് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നിവിനെ വേണമെങ്കിൽ ഒറിജിനലായിട്ട് അടിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം നിവിൻ കൊള്ളിക്കാതെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ പിറ്റേ കൊണ്ട് ഇങ്ങനെ പിറ്റേ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് അപ്പം നമുക്കും കുറച്ചൊരിതുണ്ട്. മീൻസ് ഞാൻ ഇങ്ങനെ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഞാൻ ഇങ്ങനെ ഈ ഒരവാണ് കൊടുത്തത്. അത് നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമല്ലോ, അതിനെ ശ്രദ്ധിച്ചു. പക്ഷെ എന്നാൽ അത് ഗംഭീരമായി. അപ്പോൾ പിറ്റേ കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇമ്പാക്ട് അത്ര കിട്ടില്ലായിരുന്നു.
അല്ല അവൻ നല്ല ഫോഴ്സിലാണ് ചെയ്തത്, അടി കൊണ്ടില്ല, ആ പക്ഷെ നമ്മൾ അടിയുടെ സാധനം വെച്ചു. ആ അത് കഴിഞ്ഞ് ഇവൻ കൊണ്ട് മുട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ചെയ്തത് നന്നായി പോയെന്ന് എനിക്ക് തോന്നി. അതെ, അത് ഭയങ്കര, അല്ലെങ്കിൽ അത്ര ഇമ്പാക്ട് കിട്ടില്ല. അപ്പം കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ഫസ്റ്റ് ടേക്ക് ഓക്കെ. നൈസ് നൈസ് നൈസ്. അപ്പം കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ എനിക്ക് അറിയാതെ ഞാൻ പറഞ്ഞു അന്ത്യത്തെ കൊള്ളിച്ചടിച്ചോളാൻ പറഞ്ഞത് എൻ്റെ തെറ്റ്, പക്ഷെ കൊണ്ടില്ല കേട്ടോ. കൊള്ളിക്ക് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ തുടിപ്പുകൾ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. വളരെ രസകരമായിരുന്നു ഈ പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് ശരിക്കും ആ ഹീറോയിസ് ആയിട്ട് കിട്ടിയത് ഇവിടെ തല്ലു കൊടുത്ത് ഈ സാധനം പറയുന്നിടത്താണ് ആ കഥാപാത്രം, നീവിൻ്റെ കഥാപാത്രം, ആ ഒരു ഹീറോയിസം വന്നത്. പിന്നെ ധാരാളം ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അടി കിട്ടുന്ന സീനുകൾ ഞാൻ ഒട്ടുമിക്ക സിനിമകൾക്ക് അടി കിട്ടുന്നുണ്ടല്ലോ. അപ്പം പിന്നെ ഞാൻ പറയും, ഞാൻ തിരിച്ചടിക്കുന്ന സീനൊക്കെ ഉണ്ട്, അതൊക്കെ കഥ മാറിപ്പോത്തില്ല, അവർ പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞാന്ന് പറയും. പിന്നെ മകളിലൊന്ന് അടിക്കാൻ പറ്റി. ആ കരോട്ടയൊക്കെ പഠിച്ചു. അതെ, അത് ശരിക്കും കുറച്ച് കരോട്ട പഠിക്കുകയും ചെയ്തു അല്ലേ? ആ ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കുറേ വർഷമായില്ലേ, ഞാൻ പിന്നെ ഇടയ്ക്ക് ഇതെല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തൊരു സാധനമാണെന്ന് പറഞ്ഞാലും ഞാൻ മറക്കും. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും പല സാധനങ്ങളും, എന്നിട്ട് മെമ്മറി കൂട്ടുണ്ട്. സത്യനന്ദിക്കാടും ഒരു നടൻ എന്നുള്ള രീതിയിൽ കുറേ കൺസിഡർ ചെയ്തിട്ടുണ്ട്, കുറേ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ എൻ്റെ തുടക്കാലത്ത് ഈ ചില സിനിമകളൊക്കെ ഞാൻ ചെയ്തു. തലപ്പാവ് ഗംഭീര വേഷമായിരുന്നു, അത് ഞാൻ പകരക്കാരനായിരുന്നു. ആമേൻ, അത് ഞാൻ പകരക്കാരനായിരുന്നു. ഇതൊക്കെ വേറെ ആരൊക്കെയോ ചെയ്യാനിരുന്ന വേഷങ്ങളാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ എങ്ങനെയൊക്കെ കുറഞ്ഞു തരും. പക്ഷെ ഞാൻ ഈ പകരക്കാരൻ ചെയ്ത എല്ലാ വേഷവും ഗംഭീര എന്ന് എല്ലാവരും പറയും. അല്ല എനിക്ക് ഗംഭീരമാണ് ശരിക്കും തലപ്പാവൊക്കെ. അപ്പം അന്ന് എന്താണ് പറയുന്നത്, അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്ത് ക്യാരക്ടർ വേഷങ്ങളിലൊക്കെ പരിഗണിക്കുമായിരിക്കും. പക്ഷെ എനിക്കൊന്ന് തിയേറ്ററിൽ കുറച്ച് നാൾ നിന്നില്ലായിരിക്കും. അതുണ്ടായില്ല. ഈ സത്യനന്ദിക്കാട് തിയേറ്ററിൻ്റെ അപ്പം അന്ന് ഇങ്ങനെയൊക്കെ സിനിമകൾ ചെയ്തുകൊണ്ട് ബ്ലസ്സി സാറിൻ്റെ പടവും ഒക്കെ ചെയ്തുകൊണ്ടും എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുമായിരുന്നു, സത്യേട്ടനെ ഒന്ന് പോയി കാണാൻ മേലെ, പുള്ളിയുടെ ഒക്കെ പടത്തിൽ നിങ്ങൾക്കൊക്കെ പറ്റുന്ന വേഷം ഗ്രാമാന്തരീക്ഷം. അപ്പോൾ ഞാനും പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പുള്ളിയുടെ അടുത്ത് എത്താൻ, ഇവരൊക്കെ ഒന്നാമത് വലിയ തിരക്കുള്ള ആൾക്കാർ, അന്നൊക്കെ ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്യുന്ന സമയമില്ല. പിന്നെ രണ്ടാമത് അദ്ദേഹത്തെ പോയി കാണുമ്പോൾ ഇനി ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുമോ, എനിക്ക് പേടിയായിരുന്നു. മീൻസ് അതിനും തിരിച്ച് വല്ല കുഴപ്പമോ ആവുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ ആയിരുന്നു. പിന്നെ പറ്റിയില്ല. അപ്പം ഞാൻ ഈ പ്രകാശനിലേക്ക് പരിഗണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെന്നു. അപ്പം അങ്ങനെ സെറ്റ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം സത്യേട്ടനെ കാണുന്നത്. അതിൻ്റെ ഷൂട്ടിന് ഞാൻ അവിടെ ലൊക്കേഷൻ തലേ ദിവസം നേരത്തെ വരണമെന്ന് പറഞ്ഞാൽ വന്നു. പക്ഷേ അന്നേരം സത്യേട്ടൻ എന്തോ ലൊക്കേഷൻ നോക്കാനെന്തോ പോയി. അപ്പം മാനേജരോട് ഞാൻ ചോദിച്ചറിഞ്ഞാൽ പറഞ്ഞു, അല്ല സത്യേട്ടൻ പുറത്ത് പോയിരിക്കുകയാണ്, വരുമ്പം വിളിക്കുകയെന്ന് പറഞ്ഞു. നേരത്തെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാനേജറിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞത്. ഞാൻ ഉച്ച കഴിയുമ്പോൾ ചെല്ലുകയും ചെയ്തു. പിന്നെ ലൊക്കേഷനെ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നേരത്തെ ഇങ്ങനെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഞാനൊരു ഗ്രാമീണനാണ്, ഇച്ചിരി അന്തർമുഖനാണ്. അപ്പം ഞാനും ഒക്കെ ഗ്രാമീണനാണ്, ഞാൻ നിങ്ങളുടെ പടമൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ പാറ്റേൺ ഇഷ്ടമാണ്, ജയശങ്കറിൻ്റെ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അത് ഭയങ്കര നമുക്കൊരു ഓസ്കാർ കിട്ടുന്ന സത്യേട്ടൻ്റെ പടമൊക്കെ ഞാൻ 5, 6, 8 പ്രാവശ്യം കണ്ട പടങ്ങളുണ്ട്, പഴയ പടങ്ങളല്ല. സന്ദേശമൊക്കെ ഉൾപ്പെടെ ആദ്യത്തെ ഒരു പടം മാത്രമേ ഞാൻ കാണാത്തുള്ളൂ. പിന്നത്തെ എല്ലാ പടവും ഫസ്റ്റ് ഷോ ഒന്നും അന്നില്ല. പക്ഷെ ആദ്യത്തെ ഷോയ്ക്ക് ഞങ്ങൾ കയറും. അന്ന് എന്തെങ്കിലും നോൺ ഷോ എല്ലാം മാറ്റിനായിരിക്കും ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത്. സ്കൂൾ കോളേജ് പഠനകാലത്ത് അതൊക്കെ 5, 6, 7 പ്രാവശ്യം കാണും. DB ബാലഗോപാലനായാലും മയമയായാലും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഇതൊക്കെ എത്രയോ തവണ. അതിനകത്ത് ഡയലോഗ്സ് വരെ നമുക്ക് കാണാൻ. അല്ലേ ഉയരങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് ഷൈസാറിൻ്റെ പടം, അത് ഞാൻ 8-9 പ്രാവശ്യം കണ്ടു. ഒറ്റ സോങ് ഇല്ലാത്ത പടമാണ്. അതെ അതെ അതെ. പിന്നെ ഒരു നെഗറ്റീവ് ആന്റി ഹീറോ ആണ്. ആന്റി ഹീറോ ഒന്നും അത് ഭയങ്കര ഒരു വില്ലനാണ്. അതൊക്കെ എന്ത്, അത് ലാസ്റ്റ് വരെയും ആ സാധനം ഇങ്ങനെ പിടിച്ചു തന്നിട്ട് നിങ്ങൾ ജയിക്കുകയാണല്ലേ, പക്ഷെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല. അതിനകത്തൊക്കെ സൂപ്പർ ഡയലോഗ്സ് അല്ലേ. പിന്നെ MT സാറിന്റെ ജഗതി ചേട്ടൻ ഷൈസാറിന്റെ പടത്തിൽ, ആ പടത്തിലായിരുന്നു. അതെ 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 അതെ, ജയചേട്ടൻ എല്ലാവരുടെ ശരി, ആ പടത്തിൽ മാത്രമേ ഉള്ളൂ. ഷെർലക് ഹോംസിന്റെ നോവലുകൾ വായിക്കും. ഡിറ്റക്ഷൻ ഇപ്പൊ ഞാനത് ഓർക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം അത് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ TV-യിലൊന്നും ഞാൻ കണ്ടിട്ടില്ല പടം.
ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഷെർലക് ഹോംസിൻ്റെ നോവലുകൾ ഒക്കെ മറക്കാൻ പറ്റത്. അതുപോലെ തിലകൻ സാർ ചെയ്തു, തിലകൻ ചേട്ടൻ ചെയ്തപ്പോൾ അതിനകത്തെ വേഷം ഉമ്മത്തുങ്കാതുന്ന പെണ്ണുമ്പിള്ള ചാകാഞ്ഞതുകൊണ്ട് ആത്മഹത്യ ഇത്രയും ഒതുക്കാം അല്ലേ, എട്ടെണ്ണത്തിൽ ഒതുക്കാവുന്നത് അതൊക്കെ പറയുന്നത് ശകലമുള്ളെങ്കിലും അസാധ്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് മേക്കേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഷൈസാറിൻ്റെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. ഏതായിരുന്നു സിനിമ? അനുഭൂതി. ഓക്കെ, അനുഭൂതിയിലുണ്ടല്ലേ, മറ്റേ സുരേഷേട്ടൻ്റെ പടം. ഓക്കെ ഓക്കെ, അതിലുണ്ടല്ലേ. ഓക്കെ ഓക്കെ, അതിനകത്ത് അഭിനയിച്ചു. അത് ഭയങ്കര സംഭവമായി പോയി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സമയം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് പ്രധാനമാണ്. ഞാൻ അന്നത്തെ സമയത്തൊക്കെ ഞാൻ വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു 3 സീനുള്ള സീനാണെങ്കിൽ ചിലപ്പോൾ 2 സീൻ കട്ടായി പോകും. ഇത്ര പുറകോട്ടാണ് ഇത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതെല്ലാം ആയിട്ട് നിൽക്കും. നമ്മുടെ ഷോട്ട് എടുക്കാനായിട്ട് രാവിലെ തൊട്ട് നമ്മൾ റെഡിയായി നിന്നാൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടു ചിലപ്പോൾ ഒരു ലൈറ്റ് പോകുന്ന അവസരത്തിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഹറിബറി ആയിട്ട് വന്നിട്ട് ഇത് എടുക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനകത്തൊക്കെ ഒത്തിരി ലോസുകളാണ് എനിക്ക് അന്ന് വന്നിട്ടുണ്ട്. ഇത് എടുക്കുമ്പോൾ ഇതുപോലെ അതിനകത്ത് ശവപ്പെട്ടിയായിട്ട് വന്ന് നിൽക്കുന്ന ഒരു അത് ഞാൻ അവിടെ രാവിലെ തൊട്ട് ഞാനുണ്ട്, സെറ്റിലുണ്ട്. പക്ഷേ ഇത് എടുത്ത് പിടിച്ച് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഇത് എടുക്കാൻ തുടങ്ങുന്നത് ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടാണ്. അന്നേരം പെട്ടെന്ന് കോസ്റ്റ്യൂം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് മാറിച്ചു ഒരു പെട്ടിയും കൊണ്ട് എൻ്റെ തന്നു, ഒന്നൊരു ഷോട്ട് എടുക്കുകയാണ്. ഇത് ഒത്തിരി കോംപ്ലക്സ് ഒരു ഷോട്ട്. ഷൈസാർ അങ്ങനെ ഇതിൻ്റെ ആളാണല്ലോ. അപ്പം ബാബു ആണ് എഴുതുന്നത്, ബാബു ജനാർദ്ദൻ. അപ്പം ഷോട്ടെല്ലാം സെറ്റാക്കി ക്യാമറ എല്ലാം വെച്ചു. ക്യാമറ ഇങ്ങനെ കൊണ്ട് വെച്ചു. രാജേട്ടൻ ഇവിടെ നിൽക്കുന്നു, എൻ്റെ കയ്യിൽ എടുത്താൽ പൊങ്ങാത്തൊരു പെട്ടി, ഭയങ്കര വെയിറ്റാണിത്. അപ്പം നമ്മൾ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റൊന്നും അല്ലല്ലോ. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പൊസിഷൻ തന്നു, ഞാനവിടെ നിന്നു. ഇവർ പെട്ടി കൊണ്ടിട്ട് തോളെ വെച്ചിട്ട് വരുന്നു. ഈ ആർട്ടിൻ്റെ ആൾക്കാർ, നമ്മൾ പ്രധാന നടനൊന്നും അല്ലല്ലോ, ആരോ ഒരാളെന്നുള്ള ഒരു സാധനമല്ലോ. ഞാനിത് കുറേ നേരം പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പിറയ്ക്കാൻ തുടങ്ങി. മീൻസ് ഈ വെയിറ്റ് താങ്ങില്ല, നീളക്കുറവുള്ള പെട്ടിയാണ്. അതിൻ്റെ ഒരു കോമഡി ഉണ്ട്. എന്നുവെച്ചാൽ ആന ചവിട്ടിക്കൊന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഡയലോഗുണ്ട്, ഈ പെട്ടി മതി. എടാ അവൻ 5-5 അടി പൊക്കമുള്ളവനാണ്, നീ ഈ പെട്ടി മേടിച്ചുകൊണ്ടെന്ന് എങ്ങനെയാണെന്നൊക്കെ രാജേട്ടൻ ചോദിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ ഈ ഞാറക്കൽ ശ്രീനി എന്ന് പറഞ്ഞ അദ്ദേഹം നാടകത്തിൽ കാട്ടുകുരയ്ക്കകത്ത് ആനക്കാരനായിട്ടൊക്കെ രാജേട്ടൻ്റെ. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ഓടി വരുന്നിട്ട് അവിടുന്ന് വന്ന് നിൽക്കും. എൻ്റെ ഡയലോഗ് തീരുമ്പോൾ ഈ പെട്ടി മതി എന്ന് പറയുന്നിടത്ത് ഈ ജയചേട്ടൻ മരിച്ചിട്ടില്ലെന്നാണ് പുള്ളി ഇവിടെ വന്ന് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ടൈമിങ് ഭയങ്കര പ്രശ്നമായി. എൻ്റെ ഡയലോഗ് തീരുമ്പം പുള്ളി ഒന്നേ ഓടി തുടങ്ങിയിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ പുള്ളി അവിടെ നിന്ന് വിളിക്കുന്നത് എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്, കുറച്ച് ദൂരം നിന്നാണ് പുള്ളി വരുന്നത്. ഇത് റീടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര ടെൻഷനായി. കാര്യം 5:30 ലൈറ്റ് പോകുന്ന അന്നും ഫിലിമാണേ. അപ്പോൾ HMI ഒക്കെ വെച്ച് ഇങ്ങനെ അലക്കി വെച്ചിരിക്കും, സൗണ്ട് ഇതല്ലോ. അപ്പോൾ ഇതൊരു ഈ പുള്ളിക്കാരൻ ഒന്നെങ്കിൽ ഓടി ആ സമയത്ത് അവിടെ എൻഡ് വരില്ല, അത് അങ്ങ് തെറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ടെൻഷനായി, ഭയങ്കര ടെൻഷനായി, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ടെൻഷനായി ലാസ്റ്റ് ബാബു എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബാബുവിനും ടെൻഷനായി. ബാബു ഒരാളെ കൊണ്ട് വെച്ച് ഇനി ടേക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. അപ്പോൾ അദ്ദേഹത്തിന് വിളിക്കുന്നത് കേൾക്കാഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെയോ കൺഫ്യൂഷൻസ്. അങ്ങനെ ടേക്കിങ്ങിനെ പോയിക്കൊണ്ടിരുന്നു. ബാബു ലാസ്റ്റ് ടെൻഷനായി കഴിയുമ്പോൾ ബാബു പറഞ്ഞു ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാബു ഇങ്ങനെ ഇരുന്നു. ബാബു ഇരുന്ന് ഇങ്ങനെ എൻ്റെ അഭിനയം കണ്ടോണ്ടിരുന്നു. ആ ബാബു വിളിച്ചില്ല. ഞാൻ അഭിനയിക്കുന്ന കണ്ടുകൊണ്ട് ബാബു ഇരുന്ന് ബാബുവിൻ്റെ കൈ കാണിച്ചില്ല. പുള്ളി ഓടി വന്നല്ല, ആ ടേക്കും പോയി. അപ്പോഴത്തേക്ക് ലൈറ്റ് ഭയങ്കരമായിട്ട് ഡിമ്മായി. ലാസ്റ്റ് അപ്പോഴത്തേക്ക് രാജേട്ടൻ ഞാനുമായിട്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, നിസാറിക്കയുടെയൊക്കെ പടങ്ങൾ സ്ഥിരം ഞങ്ങൾ. അപ്പം പുള്ളിക്ക് എന്നെ അറിയാം. അപ്പം പുള്ളി എന്നിട്ട് ഷൈസാർ ചെറുതായിട്ട് ടെൻഷനായി. അപ്പം പുള്ളി എന്നിട്ട് ഷൈസാറിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടു, ഷൈസാർ അവൻ ടേക്ക് ആർട്ടിസ്റ്റാണ്, അവൻ ചെയ്തോളും. അല്ല അവനെ കൊണ്ട് ചെയ്യിക്കേണ്ടെന്നുള്ളൊരു ലൈനായി. അടുത്ത് നമുക്ക് ടേക്ക് പോകാമെന്ന് പറഞ്ഞു. റിഹേഴ്സലില്ല, ടേക്ക് പോയേക്കാമെന്ന് പറഞ്ഞിട്ട് എന്തോ ഭാഗ്യത്തിന് ആ ടേക്ക് ഓക്കെ. അപ്പോൾ ഷൈസാർ ബേബി എന്ന് പറഞ്ഞ് ക്യാമറമാൻ പുള്ളിയായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്നേ ഉള്ളോ, അവൻ്റെ ചെവിയല്ലേ കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് ചോദിച്ചു ക്ലോസ് നമുക്ക് എടുക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അത് ഇങ്ങോട്ട് തിരിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് ആർട്ടിസ്റ്റ് ഇവിടെ നിൽക്കുന്നു, എൻ്റെ കയ്യിൽ ഈ എടുത്താൽ പോകാതെ പെട്ടിയിരിക്കുന്നു, എനിക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും ആ സാധനം. അപ്പം എനിക്ക് അവിടെ ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സാധനം. അപ്പോൾ ഷൈസാറിന് ഭയങ്കര മനസ്താവായി. അപ്പം ക്ലോസ് എടുക്കണം, എനിക്ക് എൻ്റെ ഒരു ക്ലോസ് വേണമെന്ന് വിളിക്കുന്നു. അപ്പം പക്ഷേ ലൈറ്റ് ഒരു HMI വെച്ചാൽ നമുക്ക് നടക്കില്ല, എന്നാലും അടിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര മനസ്സായി. പിറ്റേ ദിവസം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഒരു സീൻ എഴുതിച്ചു ഷൈസാർ.
അങ്ങനൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അഡീഷണൽ ഒരു സീൻ എഴുതിച്ചു ബാബുവിനോട് പറഞ്ഞിട്ട്, എനിക്ക് ശങ്കറിൻ്റെ വേറൊരു ജയശങ്കറിൻ്റെ ഒരു സീക്വൻസ് ഇന്നടത്തൊരു സീക്വൻസ് ആണെന്ന് പറഞ്ഞ് എഴുതിച്ച് അത് എഴുതി കൊടുത്തു. എന്നെ കൊണ്ടൊന്ന് പൊസിഷൻ നിർത്തി അസോസിയേറ്റ്. അപ്പോൾ ക്രെയിൻ ഷോട്ടാണ്, മാളച്ചേട്ടൻ അപ്പുറത്ത് അരമതിലയിലിരിക്കുന്നു, ഞാൻ എന്നെ കൊണ്ടൊന്ന് ഇവിടെ ക്രെയിൻ ഷോട്ട് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്നെ കൊണ്ടൊന്ന് അകത്ത് കയറ്റി നിർത്തി അസോസിയേറ്റ് വെളിയിലേക്ക് ഇങ്ങനെ. ഷൈസാറ് വന്നിട്ട് ജയശങ്കർ ജയശങ്കർ അവിടെ ഭയങ്കര സ്പീഡാണ് പുള്ളി പറയുന്നത്, നമുക്ക് തിരിയില്ല. ഇവിടെ നീ അവിടെ കൊടുത്താൽ മതി കേട്ടോ, നീ അവിടെ കൊടുത്താൽ മതി, നിനക്ക് ക്ലോസ് ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു ക്ലോസ് അത്രയ്ക്ക് എന്തോ എൻ്റെ ഒരു ഭാഗ്യമാണ് കേട്ടോ, ഒരു പടം ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഉടനെ ഇവിടെ തിരിച്ചിപ്പുറത്ത് ഇറക്കി നിർത്തി എൻ്റെ ബാക്കിൽ നിന്ന് ക്രെയിൻ ഷോട്ട് എടുത്തു. അത് കഴിഞ്ഞ് അപ്പുറത്ത് കട്ട് ചെയ്ത് അവിടുന്ന് എൻ്റെ ക്ലോസ് കൊടുത്തു. പിന്നെ എപ്പോട്ട അതിനകത്ത് കുറേ ഫില്ലർ സീൻസ് എപ്പോട്ടെ എന്ത് സാധനം ഉണ്ടെങ്കിലും എവിടെ ജയശങ്കർ എവിടെയെന്ന് ചോദിച്ചിട്ട് എല്ലാത്തിനകത്തും എന്നെ കയറ്റി നിർത്തും. ചെറുത് നമ്മളവിടെ നിൽക്കുന്നൊന്നും ആരും അറിയില്ല, പക്ഷേ എല്ലാത്തിനകത്തും പിന്നെ എന്നെ വിളിച്ചു. എന്നോട് ഭയങ്കര കാര്യമായി ഒറ്റപ്പെടാൻ. പക്ഷെ അന്നേരത്തേക്കിനൊക്കെ ശൈസാറിൻ്റെ ഒരു അല്ല, അതിന് മുമ്പെങ്ങാനുമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ നമ്മളെടുത്ത് നോക്കിയപ്പോൾ പപ്പുച്ചേട്ടൻ്റെ ആണെങ്കിലും ഈ ചെറിയ ഇവരുടെ എല്ലാം നോക്കിയോ ഒരു സീനേ ഉള്ളതെന്ന് പറഞ്ഞാൽ ശൈസാറിൻ്റെ പടത്തിൽ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഈ ആർട്ടിസ്റ്റുകളെല്ലാം വർക്കാണ്. അത് എത്ര 1000 പേരെ പുള്ളി നിർത്തിയെടുത്തെന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും 1000 അങ്ങനെ എടുക്കുന്ന ഒരാളാണ് ശൈസാർ. ഒരു പ്രാവശ്യം വർക്ക് അന്ന് സന്തോഷം കൊണ്ടുവന്ന് പിന്നെ നമുക്ക് ചെറിയ സാധനം മതിയല്ലോ നമുക്ക് സന്തോഷിക്കാൻ. ചെറിയ സാധനത്തെ നമ്മൾ ദുഃഖിതനോ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആളുകൾ സിനിമ പിടിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കുന്നുണ്ടല്ലോ, അതായത് ഈ ബോഡി ഷേമിങ് പാടില്ല, പിന്നെ ആളുകളുടെ എന്തെങ്കിലും പേരിൽ അധിക്ഷേപിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുള്ള എഴുത്തോ സീൻസോ ഒന്നും പാടില്ല. അത് കുറച്ച് കൂടി നന്നായെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ കുറച്ച് മേലിഞ്ഞിരിക്കുന്ന ഒരാളെ എലിമ്പെന്നോ അല്ലെങ്കിൽ മറ്റേ ഒന്നൊന്ന് എഴുതിയ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീനുകളുണ്ടായിരുന്നു പണ്ട് മലയാള സിനിമയിൽ. ഇപ്പോൾ അതൊന്നുമില്ല, അങ്ങനെ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ കേസൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം അങ്ങനെ സിനിമ മാറി പരുവപ്പെട്ടത് കുറച്ച് നന്നായെന്ന് തോന്നിയിട്ടുണ്ട് ഏട്ടന്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ എൻ്റെ ഇതുവരെയുള്ള ഇതിൽ എന്നെ എന്ന് കാണുന്നവർ ഇതെന്നാ ക്ഷീണമാണല്ലോ, ഇതങ്ങ് ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയും. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ക്ഷീണിക്ക് വരുന്നെങ്കിൽ ഞാനിപ്പോൾ ഏത് പരുവത്തിൽ ഇന്നനെ എന്നെ കാണാൻ മേലാതായി പോയതിനല്ലേ ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കളിയാക്കൽ വരത്തില്ലേ എന്നൊക്കെയാണ് ഇപ്പോൾ പലരും ചോദിക്കാൻ പറയും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തെറി വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ ആൾക്കാർ? ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ സിനിമയിൽ ചെയ്യണോ വേണ്ടേ? അതോ എല്ലാം നന്മ മാത്രമായിട്ടൊരു സിനിമ ചെയ്യാമെന്ന് വിചാരിക്കുക, അത് നടക്കാവില്ല. ആവില്ല. എന്തിനാണ് ഇതിൽ ഇപ്പോൾ അങ്ങനെ ഇത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് വെച്ചു ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കങ്ങനെ എന്ത് പറയാൻ പറ്റുമോ അതിന്? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനൊക്കെ ഒരു നിഷ്കർഷ വേണോ? എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പേഴ്സണലി എപ്പോഴെങ്കിലും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഷെയ്മിങ് ആ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ട് ഒരുപാടുണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സിനിമ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പാഷൻ അതിൻ്റെ മേലെ നിൽക്കുമ്പോൾ ഇതിനകത്ത് എന്ത് ഇൻസൾട്ട് വന്നെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ആ സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലേ, എന്നെയൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടാവും. സിനിമയ്ക്കകത്തും ഉണ്ടാവും, ജീവിതത്തിൽ അല്ലാത്തടത്തും എല്ലാം ഉണ്ടാവും. എന്തിന് എൻ്റെ നാട്ടുകാർക്ക് വരെ പുച്ഛമായിരുന്നല്ലോ എനിക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒരു നടനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചവരോടൊപ്പം തന്നെ എന്നെ കളിയാക്കിയവരാണ് എന്നെ ഇവിടെ വരെ ആക്കിയത്. എൻ്റെ മനസ്സിലായ ഒരു ഫയർ നിർത്തിയത് അവരാണ്. ഒരുപക്ഷെ അവരത്രയും കളിയാക്കിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് മടുത്തിട്ട് പോയനെ. ഇട്ടിട്ട് പോകത്തില്ല എനിക്ക് അതുപോലെ അഭിനിവേശം ഉണ്ടല്ലോ. അല്ല, അതുപോലെ കളിയാക്കിയിട്ടുണ്ട് എന്നെ. ആമേൻ വരുന്നത് വരെ ഞാൻ അവരുടെ കുഴപ്പമല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ തൊട്ടല്ലേ. അപ്പോൾ താങ്കൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കത്തില്ലല്ലോ വേറൊരാൾ ചിന്തിക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ ഒരുപക്ഷെ സുരേഷ് ഗോപി ചേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ, അങ്ങനെ ആയിട്ടുള്ള സിനിമാ നടൻ എന്ന അവരുദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു 6 അടി ഉയരം, വെളുത്ത നിറം, കട്ടിമീശ അങ്ങനെയൊക്കെ ആയിരിക്കും സിനിമ എന്ന് പറയുന്ന ഓരോ അങ്ങനെയുള്ളവരായിരിക്കണമല്ലോ ഇങ്ങനെ. ഞാൻ പണ്ടും ആക്ടിങ്, നല്ല ആക്ടിങ് കണ്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.
അതിനകത്ത് രൂപമോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഈ മറുവശം ജീവിതത്തിൻ്റെ മറ്റൊരു വശത്തിലേക്ക് കുറേയും കൂടി സീൻസ് ഉള്ള ഒരു സിനിമയിലേക്കൊക്കെ എത്തിക്കും, അങ്ങനത്തെ പ്രതീക്ഷകളുണ്ടോ? മറുവശം പേര് പോലെ ഇപ്പം ഒരു മറുവശമാണ്. ഞാൻ എങ്ങനെ അതിനെ പറയുക, നമുക്കിപ്പോൾ ഈ IFFKയിൽ ഫിലിം മാർക്കറ്റ് എന്ന് പറഞ്ഞിടത്ത് ഒരു പ്രിവ്യൂ ഉണ്ടായി ഇതിൻ്റെ. അത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും എഴുത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സിനിമ ഗംഭീരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എനിക്ക് പോസിറ്റീവാണ്. എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കിയ കമൻസാണ് ഇവരെല്ലാം പറഞ്ഞത്. അപ്പോൾ മറുവശം ഒരു നല്ല രീതിയിലേക്ക് എത്തുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സിനിമ അറിയുന്നവരും സാധാരണ ഓഡിയനും അവർ സിനിമ അറിയുന്നവർ കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് പറയുമല്ലോ. ഓഡിയൻ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ, ഒരുപാട് സീനുകൾ കിട്ടട്ടെ. അന്ന് ശവപ്പെട്ടി പിടിച്ച് ഒരു സീനിന് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ച ഒരാളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു സിനിമയിലേക്ക് എത്തിയത് ഒരു വലിയ ദൂരമാണ്. ആ ദൂരം താണ്ടിയ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. ഇനിയും സിനിമകൾ ലഭിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നന്ദി.